അങ്ങനെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കിയിട്ട് എന്നെ ഒന്ന് അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നിതാ ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫാട്ടോ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത്. ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും. നമുക്ക് വേണ്ടത് സവാള, ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി കുറച്ച്, ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചില്ലി, പിന്നെ അതുപോലെ തന്നെ തക്കാളി, ഇഞ്ചി, പിന്നെ നമുക്ക് പൊടികളായിട്ട് വേണ്ടത് മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ വേണം കേട്ടോ. പിന്നെ മുളക് പൊടി ഇത്രയും മതിയാവും, പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും മതിയാവും. അതുപോലെ തന്നെ നമ്മൾ ഉപ്പിടുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ ബാക്കിയുള്ള ഗരം മസാല, ഡ്രൈ മസാലാസ് ഇടുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ഇത് കാര്യങ്ങൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് 4 വിസിൽ വന്നതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് എന്താ പറയുക എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാനുണ്ട്. അതായത് നന്നായിട്ട് എണ്ണയിലിട്ട് ഒന്ന് മൂമിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, സവാള സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് വേണ്ട കുക്കർ എടുക്കാം. കുക്കർ എടുത്തു. അപ്പം അതിലേക്ക് വേണ്ട, അപ്പം അതിന് ഞാൻ 1 കിലോന് ബീഫ് എടുത്തിട്ടുണ്ട്. ഈ 1 കിലോന് ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വെള്ളം ഊറ്റി വെച്ചതാണ്. ഇതുപോലെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒക്കെ ചോപ്പ് ചെയ്താണ്, ഒന്നും പേസ്റ്റ് ആക്കിയിട്ടില്ല. നമ്മൾ മിക്സിയിലിട്ടൊന്നും പേസ്റ്റ് ആക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. 2 തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 തക്കാളി കൂട്ടണേ. ഇനി നമ്മൾ ചെയ്യുന്നത് മല്ലിപ്പൊടി 1/2 സ്പൂണ്, മുളക് പൊടി 1/2 സ്പൂണ്, നമ്മുടെ കൊറിയാണ്ടർ അതായത് മല്ലിപ്പൊടി ഒരു 3 സ്പൂണോളം മല്ലിപ്പൊടി ഇടാം. കാരണം അത് കുറച്ച് കൂടുതൽ ബീഫുണ്ട്, അപ്പോൾ നമുക്ക് നന്നായിട്ട് മല്ലിപ്പൊടി ആവശ്യമാണ്. ഗരം മസാലപ്പൊടിയാണ്. ഈ ഗരം മസാലപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഡ്രൈ മസാലാസ്, ഇത് എന്താ പറയുക ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇത്രയും ഡ്രൈ മസാലാസ് ഇതിൽ ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാലാസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെയ്യേണ്ടത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലെല്ലാം നന്നായിട്ട് കൈ കൊണ്ട് ഞൊരണ്ടി കൊടുക്കുക. ഫുള്ളായിട്ട് ചെയ്യാം. കയ്യിലുള്ള ഈ കുറച്ച് മാവിലായത് പൊടികളെല്ലാം ജസ്റ്റ് ഒന്ന് കൈ കഴുകി കൊടുക്കുക. ഇത്ര മതിയാവും. ഇനി നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് കുറച്ച് നമ്മൾ കൊറിയാണ്ടർ ലീവ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് മൂടി വെക്കുക എന്നുള്ളതാണ്. ഇത് ഇനി നമുക്ക് ഒരു 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് 5 വിസിൽ വരുന്നവരെ ഞാനിത് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റത്തെ വിസിലാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇത് വിസിൽ ഇതിൻ്റെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് എടുത്ത് കളയരുത്. ഇത് ലാസ്റ്റ് വരെ എയർ പോകുന്നത് വരെ നമ്മളിത് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞാനിത് ഓപ്പൺ ആക്കി വെക്കുകയാണേ. ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇത് നീ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ആയിരിക്കും ഇത് ബീഫ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ് ലാസ്റ്റിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത് ഇതൊന്ന് ജസ്റ്റ് സവാളയൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയിൽ വാട്ടിയെടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഈ ചൂടായ ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുക. ഒരു 4 സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ നന്നായിട്ട് വെച്ചത് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതെല്ലാം ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം.
ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്ത സവാളയാണ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇത് ഇട്ട് കൊടുക്കാം. ഒന്ന് പെട്ടെന്ന് കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കുറച്ചൊരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ബീഫിലെ ഈ വെള്ളം കാണുന്നുണ്ടോ എന്ന് ഇരിക്കുന്നു, ഈ വെള്ളം ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. ബീഫ് എടുക്കാം. എന്നിട്ടിപ്പോൾ ഇതിലെ വെള്ളം ഇതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതിലൊന്ന് കിടന്ന് കുക്കാവണം. 5 മിനിറ്റോളം ഇങ്ങനെ കിടന്ന് കുക്കാവണം കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയത് അതുപോലെ ആയിട്ടുണ്ട്. അതുപോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ബാക്കിയുള്ള ബീഫും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാ ബീഫും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് നമ്മൾ മല്ലിയില വിതറി കൊടുത്തതിന് ശേഷം കുറച്ച് നമുക്ക് ഗരം മസാല, ഇതിലേക്ക് വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര മതിയാവും. നമ്മളത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇത് കിടന്ന് നന്നായിട്ട് ഇത് കുക്കാവണം. ചെറിയ ഫ്ലെയിമിൽ ഇതിങ്ങനെ കുക്കായിട്ട് വരണം. ഓക്കെ, 5 മിനിറ്റോളം ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്താലും അടി പിടിക്കാണ്ടിരിക്കും. ഇപ്പോൾ ഇതാ ഇതിൽ എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട്. ഇതിലൊക്കെ എണ്ണ കാണുന്നുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലിങ്ങനെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗളിലേക്ക് ഇത് സെർവ് ചെയ്യാൻ പോകും. ഇതാ നമ്മുടെ ഈ സെർവിങ് ബൗളിലേക്ക് നമുക്ക് ഈ ബീഫ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ നന്നായിട്ട് എണ്ണ ഊറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഈ എണ്ണ ഊരി നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് എണ്ണ അങ്ങനെ മുകളിൽ പൊങ്ങി വരുന്ന പരുവമാണ് ഇതിൻ്റെ കറക്റ്റ്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് മല്ലിയില ഒന്ന് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ യമ്മി ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കിയിട്ട് എന്നെ ഒന്ന് അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.